ഇപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പഴുത്ത മാങ്ങ ഉണ്ട്, പിന്നെ വെള്ളരിക്ക, ഒരു വെള്ളരിക്കയും ചേർക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ പേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും തികയണം. അത് കാരണം മാങ്ങയും വെള്ളരിക്കയും ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. മാങ്ങ തോലൊക്കെ ചെത്തിയെടുക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ തേങ്ങ ചിരകണുണ്ട്. മാങ്ങ ഇവിടെ അരിയിൽ കഴിഞ്ഞ് നമുക്ക് വെള്ളരിക്ക അരിയാം. ഇത് 1.5 കിലോന്റെ ഒരു വെള്ളരിക്കയാണ്. മാങ്ങ അടുപ്പത്ത് വയ്ക്കുക. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് കല്ലുപ്പ്, കുറച്ച് ചീനമുളക് ഇടാം. ഈ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. വെള്ളരിക്ക നമുക്ക് കുക്കറിൽ ഒരു അടി അടിച്ചിട്ട് എടുക്കാം. മാങ്ങ വേകുമ്പോഴേക്കും ഇതും വേഗം അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. തേങ്ങ, ഉള്ളി, ചെറിയുള്ളിയും ചെറിയ ജീരകം, കുരുമുളകും ഇട്ടിട്ട് അരക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നന്നായി വെന്തുണ്ട്. വെള്ളരിക്ക നമ്മൾ കുക്കറിലാണ് വേവിച്ചത്, അതിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരവ് ചേർക്കാം. അപ്പൊ നമുക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിക്കാം. ചെറിയുള്ളി, കുരുമുളക്, നല്ല ജീരകം ഒക്കെ ഇട്ടിട്ട് അരച്ചുള്ളതാണ്. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്, തേങ്ങയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. അടുപ്പമൊന്നൊന്ന് ഇറക്കി വെച്ചിട്ടാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ചൂടിൽ തൈര് ഒഴിച്ചാൽ പിരിഞ്ഞ പോലെയാവും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറവിടാം. കുറച്ച് ഉലുവ, കടുകിടാം, ഉണക്കമുളക് ഇടാം, കറിവേപ്പില, അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി.